ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വവും അനുസരണവുമായിരുന്നു ഗിദെയോന്റെ അടുത്ത ശ്രേഷ്ഠത. ന്യായാധിപന്മാർ 6:25-26 വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്ക. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ട ഗിദെയോൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത അന്ന് രാത്രിയിലാണ് യഹോവ ഗിദെയോനോട് ഈ കാര്യം കൽപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി നിൽക്കുന്ന സമയം. അല്പം ആശ്വാസം സ്വന്തം ഭവനക്കാർ മാത്രമാണ്. അവരെ പോലും എതിരാക്കുന്ന ഒരു കാര്യമാണ് ദൈവം തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആ വലിയവനായ ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ സേവിച്ചും ആരാധിച്ചും പോകുന്ന കാലം. ഗിദെയോന്റെ ഭവനക്കാരും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾക്ക് കാണാം, അന്യദേവന്മാരെ ആരാധിച്ചും അവർക്ക് ബലിപീഠമൊക്കെ ഉണ്ടാക്കി യാഗപീഠം കഴിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഗിദെയോന്റെ കുടുംബവും. എന്നാൽ ഗിദെയോൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. തങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന വലിയവനായ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ് അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് 6:13 വാക്യത്തിലൊക്കെ ഗിദെയോൻ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ദൈവം ആരെന്നും, ഈ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമെന്നും സർവശക്തനായ ദൈവമെന്നും ജീവനുള്ള ദൈവമെന്നും ഗിദെയോൻ മനസ്സിലാക്കിയിരുന്നു. ആ ദൈവമാണ് തന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, സ്വന്തം അപ്പൻ നിർമ്മിച്ച ബാലിൻ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു യാഗപീഠം നടന്നു ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുക എന്ന്. മാനുഷികമായി നോക്കിയാൽ ഇത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഭവിഷ്യത്ത് ഗിദെയോന് നന്നായി അറിയാം. തൻ്റെ ദേശവാസികളും തൻ്റെ കുടുംബക്കാരുമെല്ലാം തനിക്ക് എതിരാവും. സകല പ്രതിബന്ധങ്ങളെയും മറികടന്ന് യാതൊരു വൈമനസ്യവുമില്ലാതെ യഹോവ തന്നോട് കൽപ്പിച്ചത് അവൻ പൂർണ്ണമായി അനുസരിക്കുന്നതായി നമ്മൾ കാണുന്നു. 27 വാക്യം. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. ഭയമുണ്ടായിരുന്നു. പകൽ ചെയ്താൽ തൻ്റെ ഭവനക്കാരും വീട്ടുകാരും ഒക്കെ എന്താണ് തന്നോട് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഭയം. അതുകൊണ്ട് രാത്രിയിൽ അവൻ ആ കാര്യത്തെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. ഭയം തനിക്കുണ്ട് എങ്കിലും ദൈവത്തെ അനുസരിക്കുന്നതിൽ ആ ഭയം അവനെ തടുക്കുന്നില്ല. 7-ാം അധ്യായത്തിലും ഗിദെയോന്റെ ഈ അനുസരണം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 7-ന്റെ 2-ാം വാക്യത്തിലും 4-ാം വാക്യം 9-ാം വാക്യത്തിലുമൊക്കെ യഹോവ തന്നോട് കൽപ്പിക്കുന്നത് അതേപോലെ തന്നെ അനുസരിക്കുന്ന ഗിദെയോനെ നമ്മൾ കാണുന്നുണ്ട്. തന്നോട് എന്താണോ യഹോവ കൽപ്പിക്കുന്നത് അത് പൂർണ്ണമായി അനുസരിക്കുന്നു, യാതൊരു സംശയവും കൂടാതെ. തന്നോട് കൽപ്പിച്ച ദൈവം തൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇവന് സകലതും അവനാൽ സാധ്യമാക്കും എന്ന് ഗിദെയോന് പൂർണ്ണമായി അറിയാമായിരുന്നു. കൽപ്പന അതുപോലെ അനുസരിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഏദൻ തോട്ടത്തിലെ അനുസരണക്കേട് ഇന്നും തുടർന്നു പോകുന്നു. എന്നാൽ ഗിദെയോൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് ഭയം നമ്മെ മാറ്റി നിർത്തുമ്പോൾ അത് പ്രവൃത്തിക്ക് തടസ്സവും പാപവുമായി തീരും. ഇതുപോലെ പൂർണ്ണ അനുസരണത്തിന് മാതൃകയായി ചിലരെ കൂടി നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. നോഹ, ഉൽപ്പത്തി 6:22 ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അതുപോലെ അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കണമെന്ന് യഹോവ ആവശ്യപ്പെട്ടപ്പോൾ അതേപോലെ തന്നെ ചെയ്യുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു. മോശ, പുറപ്പാട് 40:16 മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. യേശുവിന്റെ ശിഷ്യന്മാർ മത്തായി 21:5 അവർ പുറപ്പെട്ടു, യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. ഇവരൊക്കെ എന്താണ് തങ്ങളോട് ദൈവം കൽപ്പിച്ചത് അതേപോലെ തന്നെ പൂർണ്ണമായി അനുസരിച്ചവരാണ്. പ്രിയ സഹോദരിമാരെ,
ഈ ദിവസങ്ങളിൽ ഈ ഗിദെയോന്റെ ഈ അനുസരണം, ദൈവത്തോടുള്ള സമ്പൂർണമായ വിധേയത്വവും അനുസരണവും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.